സംഭവം യമനിലാണ്. കടലിലൂടെ ഒഴുകി നടക്കുന്ന നൂറുകണക്കിന് ആടുകളും അവയെ പിടിക്കുവാൻ ശ്രമിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളുമാണ് വൈറലാകുന്ന വീഡിയോയിൽ ഉള്ളത്. ഗതാഗത സംവിധാനത്തിലുണ്ടായ ഉയർച്ച വ്യാപാര ബന്ധങ്ങളിലും വലിയ മുന്നേറ്റമാണ് ലോകത്ത് ഉണ്ടാക്കിയത്. മറ്റു വസ്തുക്കളെ പോലെ തന്നെ നൂറുകണക്കിന് മൃഗങ്ങളെയും രാജ്യങ്ങൾ പരസ്പരം കൈമാറുന്ന ചരക്ക് നീക്കം ഇന്നുണ്ട്. ചിലപ്പോൾ അത് ഭക്ഷ്യ ആവശ്യത്തിനാകും, അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായിരിക്കും. നമീബിയയിൽ നിന്ന് ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചത് വാർത്തയായിരുന്നു. പാൽക്ഷാമം ഉണ്ടായപ്പോൾ പശുക്കളെ ഇറക്കുമതി ചെയ്താണ് കുവൈത്ത് ആ പ്രതിസന്ധി മറികടന്നത്. ചൈന പാകിസ്ഥാനിൽ നിന്നും മാംസത്തിനായി കഴുതുകളെ ഇറക്കുമതി ചെയ്യുന്നതും സമാനമായ രീതിയിലാണ്. മൃഗങ്ങളെ കടലിലൂടെ കൊണ്ടുപോകുന്നത് അതിനായി പ്രത്യേകം സൗകര്യങ്ങൾ ക്രമീകരിച്ച ചരക്ക് കപ്പലിലാണ്. എന്നാൽ സുരക്ഷിതമല്ലാത്ത രീതിയിലും ഇത്തരത്തിൽ മൃഗങ്ങളെ പലയിടത്തും കൈമാറുന്നുണ്ട്. യമനിലെ ലാജ് പ്രവിശ്യയിലെ റാസ് അൽ അറ തീരത്ത് ഒരു വാണിജ്യ കപ്പൽ കരയ്ക്ക് ഇടിച്ച് കയറിയതാണ് ഈ സംഭവം. ജിബൂട്ടിയിലേക്ക് ആടുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന കപ്പൽ തകരുകയും ആടുകളിൽ ഭൂരിഭാഗവും കടലിലേക്ക് വീഴുകയും ചെയ്തു. കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ വിവരമറിഞ്ഞ് തീരത്തു നിന്നും നിരവധി ചെറുബോട്ടുകളിൽ യമൻ മത്സ്യത്തൊഴിലാളികൾ എത്തി ആടുകളെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. പെട്ടെന്നുള്ള കാഴ്ചയിൽ വലിയ അസാധാരണമായും തോന്നുന്ന ഒരു ദൃശ്യമാണ് വീഡിയോയിലുള്ളത്. നല്ല തെളിഞ്ഞ നീലക്കടലിൽ ഒഴുകി നടക്കുന്ന വെളുത്ത ചെമ്മരിയാടുകൾ. ചിലർ ചെറുബോട്ടുകളിലേക്ക് ആടുകളെ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. പിന്നീടാണ് സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാകുക. ഒരു ചെറു കപ്പലിൽ കയറ്റിയ നൂറുകണക്കിന് ആടുകൾ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ കടലിൽ അകപ്പെട്ടതാണ്. കപ്പൽ അപകടത്തിൽ ഏതാണ്ട് 160ഓളം ആടുകൾ മുങ്ങിയതായി പ്രാദേശിക റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു.